നരകമുണ്ടാക്കിയ കഥ കേൾക്കണോ? ഒരു രഹസ്യം, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു രഹസ്യമാണ്. പരസ്യമാക്കേണ്ട രഹസ്യം. നരകമുണ്ടാക്കിയ രഹസ്യം അല്ലല്ല, നരകമുണ്ടാക്കിയ രഹസ്യം. ഇതാ, അത് കേട്ടോളൂ. ദൈവം രണ്ട് സ്വർഗങ്ങൾ സൃഷ്ടിച്ചു. രണ്ടും സമം സമം. രണ്ടിലും എല്ലാ സുഖ സൗകര്യങ്ങളും തയ്യാറാക്കി വെച്ചു. എന്നിട്ട് ഒരു കൂട്ടരെ ഒരു സ്വർഗത്തിലേക്ക് വിട്ടു, മറ്റു കൂട്ടരെ മറ്റേ സ്വർഗത്തിലേക്കും വിട്ടു. ഓ, ഒരു കാര്യം പറയാൻ മറന്നു. അന്നു ദൈവം സൃഷ്ടിച്ചു വിട്ടവർക്കൊന്നും കൈകൾക്ക് മുട്ടുകളില്ലായിരുന്നു. തോൾ മുതൽ കൈപ്പത്തി വരെ ഒരേ വണ്ണം. അതിനാൽ കൈകൾ മടക്കാൻ പറ്റിയിരുന്നില്ല. ദൈവത്തിനു തിരക്കോട് തിരക്കല്ലേ, തല ചൊറിയാൻ നേരമില്ലല്ലോ. പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കണ്ടേ. അതിനിടെ സ്വർഗങ്ങളിൽ പോകാൻ എവിടെ നേരം? കുറേ നാൾ ദൈവം അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയതേയില്ല. എന്നാൽ ഒരു ദിവസം അദ്ദേഹം സമയമുണ്ടാക്കി ഒന്നാം സ്വർഗത്തിലേക്ക് ആദ്യം പോയി. അവിടേക്ക് കയറിയപ്പോൾ തന്നെ അദ്ദേഹം ഞെട്ടിപ്പോയി. അവിടെ ആരും ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അനേക തരം ഭക്ഷണ സാധനങ്ങൾ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു. പക്ഷേ പറഞ്ഞിട്ടെന്തു ഫലം? അവിടെയുണ്ടായിരുന്നവരെല്ലാം സ്വാർത്ഥരായിരുന്നു. അവനവൻ്റെ കാര്യം മാത്രം ചിന്തിക്കുന്നവൻ, പരജനവിവരം ഗൗനിക്കാത്തവർ. അവർ വിശന്നപ്പോൾ ഭക്ഷണ സാധനങ്ങൾ കടുത്തു ചെന്നു മുട്ടില്ല കൈകൾ കൊണ്ട് അവ എടുത്തു. പക്ഷേ കൈ മടക്കാനാവില്ലല്ലോ. അതിനാൽ കയ്യിലെടുത്ത ഭക്ഷണം വായിലെത്തിക്കാൻ കഴിഞ്ഞില്ല. അതോടെ ദേഷ്യമായി. ദേഷ്യം തീർത്തതോടെ അടുത്തുണ്ടായിരുന്നവരുടെ മേൽ അവരെ ചവിട്ടാനും തുപ്പാനും തെറി പറയാനും തുടങ്ങി. അങ്ങനെ പരസ്പരം വഴക്കടിച്ചു. തളർന്നിരിക്കുകയായിരുന്നു അവർ. വിഡ്ഢികൾ, അവർ സ്വർഗത്തെ നരകമാക്കിയല്ലോ. ദൈവം അങ്ങനെ പറഞ്ഞിട്ടു രണ്ടാമത്തെ സ്വർഗം കാണാൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ ദൈവത്തിന് സന്തോഷമായി. അവിടെയുള്ളവർ നല്ലവരായിരുന്നു. അവനവൻ്റെ സുഖം നോക്കാതെ മറ്റുള്ളവരെ സുഖം നോക്കുമ്പോൾ ഓരോരുത്തരും മറ്റുള്ളവരെ ആവശ്യമറിഞ്ഞായിരുന്നു അവിടെ ജീവിച്ചത്. അതിനാൽ ഓരോരുത്തരും മറ്റുള്ളവരെ വിശപ്പറിഞ്ഞു. കൈകൾ മുട്ടില്ലാത്തത് കൊണ്ടാണ് പ്രശ്നം. അവർ കൈകളിൽ ആഹാരമെടുത്ത് മറ്റുള്ളവരെ തീറ്റി സ്വയം തിന്നാൻ മിനക്കെട്ടുമില്ല. അതിനാൽ എല്ലാവർക്കും ആഹാരം കിട്ടി, ആരോഗ്യം കിട്ടി, സന്തോഷം കിട്ടി, സമാധാനം കിട്ടി. അങ്ങനെ അവിടെ ശരിക്കും സ്വർഗമായി കഴിഞ്ഞു. സ്വർഗത്തെ സ്വർഗമാക്കുന്നതും നരകമാക്കുന്നതും അവിടുത്തെ താമസക്കാരാണ്. ദൈവം അതോർത്തു പുഞ്ചിരിച്ചു.